ആടുകളെ മാത്രമേ വാങ്ങുവാനും വിൽക്കുവാനും പാടുള്ളൂ. കന്നുകാലികളെ വാങ്ങാനോ വിൽക്കാനോ വളർത്താനോ പാടില്ല. പുതിയ നിർദ്ദേശവുമായി ബംഗാളിലെ മുസ്ലിങ്ങൾ ഇക്കഴിഞ്ഞ മെയ് 14 പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP ഗവൺമെന്റ് ഒരു വിജ്ഞാപനം കൊണ്ടുവന്നിരുന്നു. 1950 ബംഗാൾ ആനിമൽ സ്ലോട്ടർ കൺട്രോൾ ആക്റ്റും 2018 ബംഗാൾ ഹൈക്കോടതി വിധിയും ചേർത്ത് വെച്ചുകൊണ്ട് ഗോവധം തടയുക എന്ന വ്യാജേന ചില പ്രത്യേക സമുദായങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും അവരുടെ സാമ്പത്തിക ഘടന തകർക്കുകയും ചെയ്യുക, അതുവഴി ഭൂരിപക്ഷ സമൂഹത്തിലെ വോട്ടുകൾ ഏകീകരിക്കുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കിയത്. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ ഈ വിജ്ഞാപനം യഥാർത്ഥത്തിൽ കൂടുതൽ അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് മുസ്ലിം സമുദായത്തെ അല്ല, ഹിന്ദു സമൂഹത്തിലെ ചില വിഭാഗങ്ങളെയാണ്. കാരണം ഹിന്ദു സമൂഹത്തിലെ ചില വിഭാഗങ്ങളാണ്, പ്രത്യേകിച്ചും യാദവർ, നോർത്ത് ഇന്ത്യയിലെ യാദവർ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഇവരുടെ ബംഗാളിലെ പതിപ്പാണ് കോവാല, കോബ എന്നൊക്കെ പറയുന്ന ചില സമുദായങ്ങൾ. ഈ സമുദായങ്ങളാണ് ഏറ്റവും കൂടുതൽ കന്നുകാലികളെ വളർത്തുന്നത്. അതിനും 2-3 കാരണങ്ങളുണ്ട്. കാരണം സാമ്പത്തികമായി ലേശം മെച്ചമുള്ള ഭൂ ഉടമകളും സ്വന്തമായി കൃഷിയുള്ളവരുമാണ് ഈ വിഭാഗങ്ങൾ. അവർക്കാണ് കന്നുകാലികൾ ആവശ്യമുള്ളത്. കന്നുകാലി വളർത്തലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് കൃഷി ആവശ്യത്തിനു വേണ്ടി മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തുക, കന്നുകാലികളെ ഉപയോഗപ്പെടുത്തുക, പോത്തിനെയും കാളയും മറ്റുമൊക്കെ, നിലമുഴുക, അതുപോലെ തന്നെ അതിൻ്റെ ചാണകം വളമായി ഉപയോഗിക്കുക, പാല് വിൽക്കുക, അതിലൂടെ വരുമാനം നേടുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കന്നുകാലി വളർത്തൽ ഈ വിഭാഗം നടത്തുന്നത്. മാത്രമല്ല അവർക്ക് ഭൂമി കൂടുതലുണ്ട്, അതുകൊണ്ട് പശുക്കൾക്ക് മേയാൻ സ്ഥലമുണ്ടാവും. നേരെ മറിച്ച് മുസ്ലിം സമുദായം ആടുകളെയാണ് കൂടുതൽ വളർത്തുന്നത്. ഇതിനും ചില കാരണങ്ങളുണ്ട്. കാരണം മുസ്ലിം സമുദായം ബംഗാളിലെ ഏറ്റവും സ്വാധീനം കുറഞ്ഞ, സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ പിന്നോക്കാവസ്ഥ നേരിടുന്ന സമുദായമാണ്. 80% ആളുകളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. സ്വന്തമായി വീടും സ്ഥലവുമുള്ളവർ, ചുരുണ്ടുകൂടി വൈകുന്നേരം പണി കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റുന്ന വീടുള്ളവർ കേവലം 41% മാത്രമാണ്. ബാക്കിയുള്ളവർ ചേരിപ്രദേശങ്ങളിലാണ് താമസിക്കുക. സ്വാഭാവികമായും അവർക്ക് മൃഗങ്ങളെ വളർത്തേണ്ട ആവശ്യമില്ല. ഒന്ന്, കൃഷിയില്ല. രണ്ടാമത്, വലിയ മൃഗങ്ങളെ വളർത്താൻ മൃഗങ്ങൾക്ക് മേയാനുള്ള സ്ഥലമില്ല. ഇക്കാരണം കൊണ്ട് ആടുകളെയാണ് തിരഞ്ഞെടുത്തത് വളർത്താൻ വേണ്ടി. മിക്കവാറും മുസ്ലിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ കർഷകരുടെ ഭൂമിയിലെ കൃഷിപ്പണി ചെയ്യുന്ന കൂലിപ്പണിക്കാരും, അതുപോലെ പട്ടണങ്ങളിൽ ചുമടെടുക്കുക, സൈക്കിൾ റിക്ഷ വലിക്കുക തുടങ്ങിയ തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുക, പിന്നെ ചെറിയ രീതിയിലുള്ള വ്യവസായങ്ങൾ, അതുപോലെ വഴിയോര കച്ചവടം, ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകളാണ് നടത്തുക. അതുകൊണ്ട് തന്നെ ഭൂമിയില്ലാത്ത ആളുകൾ എന്ന നിലക്ക് ആടുകളെയാണ് അവർ വളർത്തുന്നത്. കാരണം ആടുകൾക്ക് അധികം സ്ഥലം വേണ്ട. വേറെയും ഒരു മെച്ചമുണ്ട്. ഏതാണ്ട് ബംഗാളിലെ കണക്ക് പ്രകാരം ഒരു കന്നുകാലി, പശു അല്ലെങ്കിൽ പോത്ത് തുടങ്ങിയ വിഭാഗങ്ങളിൽ പെടുന്ന ഒരു മൃഗത്തെ വാങ്ങാൻ കൊടുക്കേണ്ട തുക കൊണ്ട് 5 ആടുകളെ വാങ്ങാൻ പറ്റും. മാത്രവുമല്ല, ആടുകൾ വേഗം പ്രസവിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് ഗർഭം ധരിച്ച് പ്രസവിക്കും. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ജനിച്ച കുട്ടിയെ വിൽക്കാൻ കഴിയും. നേരെ മറിച്ച് ഒരു പശുവോ പോത്തോ ആണെങ്കിൽ അത് വളർന്ന് വിൽക്കാൻ പാകത്തിലേക്ക് വരണമെങ്കിൽ 4 വർഷമെങ്കിലും പിടിക്കും. അപ്പോൾ ഇത്തരം ചില സാഹചര്യങ്ങൾ കൊണ്ടും കൂടുതൽ ഉൽപാദനം നടക്കും. ചെറിയ മുതൽ മുടക്കാണ്, സ്വന്തമായി ഭൂമിയില്ല. ഇത്തരം കാരണത്താൽ സ്വാഭാവികമായും മുസ്ലിങ്ങൾ തിരഞ്ഞെടുത്തത് ആട് വളർത്തലാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഈ വിജ്ഞാപനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹിന്ദു സമൂഹത്തിലെ ചില നേരത്തെ പറഞ്ഞ പോലുള്ള വിഭാഗങ്ങളെയാണ്. സ്വാഭാവികമായും അവർ ഈ വിജ്ഞാപനത്തിനെതിരെ ശക്തമായി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് അതോടുകൂടി അവരുടെ പ്രസ്താവനയിൽ ചില അയവുകൾ തീരുമാനം മാറ്റിയിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ചത് അനധികൃത കാലിക്കടത്തും അനധികൃത ഗോവധവുമാണ്. അതുകൊണ്ട് ഈ പുതിയ തീരുമാനത്തോട് എല്ലാ വിഭാഗം ജനങ്ങളും യോജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ മയപ്പെടുത്തിയ ഒരു പ്രസ്താവനയുമായി സുവേന്ദു ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവർ പറയുന്നു മുസ്ലിം മത നേതൃത്വം മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പശുവിനെയും അതുപോലെ ഉള്ള കന്നുകാലികളെയും വാങ്ങാനോ അവരെ വളർത്താനോ വിൽക്കാനോ പാടില്ല, പകരം ആടുകളെയാണ് വാങ്ങുകയും വളർത്തുകയും ചെയ്യേണ്ടത് എന്ന ആഹ്വാനം ശക്തിപ്പെടുത്തിയിരിക്കുക. മാത്രവുമല്ല, ഈ പുതിയ വിജ്ഞാപനം BJP ഗവൺമെന്റിന്റെ പുതിയ വിജ്ഞാപനം അക്ഷരം പ്രതി നിർബന്ധപൂർവ്വം നിങ്ങൾ പാലിക്കണം എന്ന് മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിം സമുദായത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്.